ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? കക്ക ഇറച്ചി വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. കുറേ കാലമായിട്ട് ഞാനത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ, ഞാൻ സാധാരണ ഫ്രഷ് ടു ഹോമിലിരുന്നാണ് ഓർഡർ ചെയ്യാറുള്ളത്. അങ്ങനെ ഫ്രഷ് ടു ഹോമിലിരുന്ന് നമ്മൾ ഇത്രയും എനിക്ക് തോന്നുന്നു ഒരു 2 kg ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ. 2 kg മേടിച്ച് ഞാനതിനെ നല്ല വെള്ളത്തിലിട്ട് നന്നായി വേവിച്ചതിന് ശേഷം കഴുകിയെടുത്ത് വൃത്തിയാക്കിയതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിലേക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുളക് പൊടി ഇടുക, മല്ലിപ്പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നിങ്ങൾ അതൊക്കെ ഇട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച്, ഇപ്പം എനിക്കിതിൻ്റെ കണക്കൊന്നും പറഞ്ഞു തരണമെന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്, എൻ്റെ വായിൽ നിന്ന് ഇപ്പം തന്നെ വെള്ളം വരുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ആദ്യം വിരകി വെക്കണം കേട്ടോ. ഇത് വിരകി വെക്കുമ്പോൾ ഒരു മൊത്തത്തിൽ നല്ലൊരു റെഡ് കളറായിരിക്കണം. പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ്, അതായത് നിങ്ങളുടെ പാകത്തിനുള്ള. ഞാനിപ്പോഴും പറയുകയാണ്, ഈ മുളക് പൊടിയാലും മല്ലിപ്പൊടിയാലും മഞ്ഞൾപ്പൊടിയാലും എല്ലാം ഞാനൊരു പാകത്തിന് എൻ്റെ രീതിക്ക് ഇട്ടേക്കുന്ന കേട്ടോ. ഇങ്ങനെ നല്ല വിരകി വെക്കുക. എന്നിട്ട് നമ്മുടെ നേരെ പാൻ എടുക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം, എപ്പോഴും അച്ചാറിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണ എടുക്കുക. നല്ലെണ്ണ നന്നായി ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ നല്ലെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്, ഈ കക്കയെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കക്കയെ നമ്മൾ വറുത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ജോലി. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തീ കുറച്ച് സിമ്മിലിട്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒത്തിരി അടുത്തല്ല, എന്നാലും ഒരിച്ചിരി അകലം പാലിക്കുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഭാഷയിൽ പറഞ്ഞാൽ കിണ്ടിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വീഡിയോ എടുത്തിട്ട് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഇതിങ്ങനെ കുറേ നേരം കിണ്ടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു യെല്ലോയിഷ് കളറൊക്കെ ആയി വരും. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു യെല്ലോയിഷ് കളറൊക്കെ ആയി വരുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു മസാല ഏകദേശം ആ ഓയിലൊക്കെ അങ്ങ് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായി വറുത്തതിന് ശേഷം ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരും. നമ്മുടെ ഈ കക്ക ഇറച്ചി. ഓക്കെ, അതായത് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ വഴണ്ട് അതിനകത്തുനിന്ന് വറുത്ത് നല്ല രീതിയിൽ പുറത്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കളർ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു കളറാകുമ്പോൾ നമ്മളതിനെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും പാൻ എടുത്ത് ചൂടാക്കി വീണ്ടും ഓയിൽ ഒഴിക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ, ഇനിയാണ് നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത്. ഈ ജോലി എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? അച്ചാറിൻ്റെ ലാസ്റ്റത്തെ സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം കടുക് പൊട്ടിക്കാൻ, നമുക്ക് കടുക് പൊട്ടിക്കാണ്ട് ഒരു അച്ചാർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കടുക് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലിടാം. എനിക്കിച്ചിരി കടുകൊക്കെ ഇങ്ങനെ കിടന്ന് പൊട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ കടുക് പൊട്ടിക്കുമ്പോൾ ഈ മുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. നല്ലൊരു പ്രത്യേക മണം വരും. ചിലർക്കൊക്കെ അത് അടിച്ചിട്ട് ചിലപ്പോൾ മൂക്കുന്ന എരിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പിലയും മുളകും ഒക്കെ ഇട്ട്, കാരണം നമുക്ക് അച്ചാറിന് എത്രയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ അതിൻ്റെ ഒരു അതാണ് നമ്മുടെ വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ, അതായത് നമ്മുടെ കക്ക ഇറച്ചി നമ്മൾ എത്ര എടുത്തോ അതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് വെളുത്തുള്ളി വേണം കേട്ടോ. കാരണം നമ്മുടെ അച്ചാറെന്ന് പറയുന്ന സാധനത്തിൽ വെളുത്തുള്ളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇത് നല്ല രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു മണം ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയണ്ട. ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കിങ്ങനെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഇന്ന് കഴിച്ചാൽ മതി ചോറിൻ്റെ കൂടെ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വറുത്തൊരു നല്ലൊരു അത്യാവശ്യം ബ്രൗണൊക്കെ, ചെറിയ രീതിയിലൊന്ന് ബ്രൗണായി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ എന്ത് കാര്യം, എന്ത് ഫുഡ് എടുത്താലും എന്ത് കറി എടുത്താലും അത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് മസ്റ്റാ അല്ലേ. എന്നിട്ട് ആവശ്യത്തിന്, ഇതെന്ന് പറയുന്നത് വറുത്ത മുളക് പൊടിയാണ് കേട്ടോ. നമ്മുടെ മുളക് പൊടി എടുത്തിട്ട്, കുറച്ച് സാധാരണ മുളക് പൊടി എടുത്തിട്ട് അതിന് നമ്മൾ പാനിൽ നന്നായി ചൂടാക്കി ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുക. അതൊന്ന് ഇട്ടെടുക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് കൊടുക്കാം, ഒന്ന് കളർ
ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും. സത്യം പറഞ്ഞാൽ കുറച്ചൊരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കക്ക ഇറച്ചി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തത് എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ആ കുരുമുളക് പൊടി എന്തിനാണെന്ന് വെച്ചാൽ നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾ കഴിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. ഇതിൻ്റെ ഈ ഒരു കറി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ ഒരു ചാറാണ്, അതായത് ഗ്രേവിയാണ് കേട്ടോ. ഈ ഗ്രേവി തന്നെ മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം എന്നോട് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒഴിക്കുന്നത് പച്ചവെള്ളം കേട്ടോ, അത് വിനാഗിരിയാണ്. അപ്പം വിനാഗിരി നമ്മൾ ക്ലീൻ ആയിട്ടുള്ള വിനാഗിരിയില്ലേ, അതിപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് എൻ്റെ പേരൊന്നും എനിക്ക് നല്ല ഓർമ്മയില്ല. വിനാഗിരിയാണ്. വിനാഗിരി നമ്മൾ ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുക. സംഭവം നമ്മളിത് വിനാഗിരി ഒഴിച്ച് നമ്മളിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് കഴിക്കരുത്, ഭയങ്കര പുളിപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ കക്കയിടാനുള്ള സമയമായി കഴിഞ്ഞു. അയ്യോ, എനിക്കിത് കണ്ടിട്ട് വായി നല്ലൊരു ഈ വറുത്ത് വെച്ചേക്കുന്ന ബ്രൗൺ കളറിൽ നമ്മുടെ കക്ക നേരെ ഈ പാനിലേക്കിട്ട് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആഹാ, എന്താ മണമെന്നറിയാം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. സത്യം പറഞ്ഞ് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇത് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം ഓർന്നുണ്ടോയെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഇതുപോലുള്ള പുതിയ പുതിയ കുറേ കാര്യങ്ങൾ, അതായത് ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു ട്രിവാൻഡ്രത്തുകാരി ആയതുകൊണ്ട് തന്നെ